മറ്റ് ആപ്പിളുകളെയും കണ്ടു. ആ ആപ്പിളുകളെ ആ കടയിലേക്ക് എത്തിച്ച അതിൻ്റെ കൃഷിക്കാരനെ ബുദ്ധൻ ആ നിമിഷം കണ്ടു. ആ ആപ്പിളുകളെ വളമൊഴിച്ചും വളമിട്ടും വെള്ളമൊഴിച്ചും വളർത്തിയ ഒരുപാട് കാലത്തെ അതിൻ്റെ പ്രയത്നത്തെ ആ നിമിഷം ബുദ്ധൻ കണ്ടു. ആ ആപ്പിളിൻ്റെ വിത്ത് സമ്മാനിച്ച അതിൻ്റെ പൂർവ്വനായ ആപ്പിളിനെ ബുദ്ധൻ കണ്ടു എന്നാണ് പറയുന്നത്. ബുദ്ധൻ്റെ ബോധോദയത്തിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ് അതായിരുന്നു. ഞാൻ എൻലൈറ്റൻഡ് ആയിരിക്കുന്നു, എനിക്ക് ജ്ഞാനപ്രകാശം, അക്ഷരാർത്ഥത്തിൽ ജ്ഞാനപ്രകാശം കിട്ടിയിരിക്കുന്നു എന്ന് ബുദ്ധൻ തിരിച്ചൊരു സന്ദർഭം അതാണ്. താനൊരു ആപ്പിൾ കടിക്കുമ്പോൾ ആ ആപ്പിൾ എങ്ങനെയാണ് തൻ്റെ കയ്യിൽ ആ ആപ്പിളായി വന്നിരുന്നത് എന്ന്, അതിൻ്റെ ദീർഘമായിട്ടുള്ള യാത്രയെപ്പറ്റി, അതിൻ്റെ തുടക്കം മുതൽ തൻ്റെ ദഹനരസത്തിലേക്ക് അലിയാൻ പോകുന്ന അതിൻ്റെ അവസാന നിമിഷം വരെയുള്ള ദീർഘപഥം ബുദ്ധൻ്റെ മനസ്സിൽ തെളിഞ്ഞപ്പോഴാണ്, അകക്കണ്ണിൽ തെളിഞ്ഞപ്പോഴാണ് ബുദ്ധൻ ബോധോദയമുള്ള ബുദ്ധനായി മാറിയത്, സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറിയത് എന്ന് ബുദ്ധനെ പറ്റിയുള്ള ചരിത്രം പറയുന്നു. ഇതൊരു വലിയ തിരിച്ചറിയേണ്ട നിമിഷമാണ്. ഇത് കണ്ണുകളുണ്ട് എന്ന് അഭിമാനിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടാത്ത കാര്യം. ഞങ്ങൾ ഒരുപാട് ആപ്പിൾ കഴിച്ചിട്ടുണ്ട്, ഒരുപാട് ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ബിയറും ഇതര ദ്രവങ്ങളുമായിട്ട് വേറെയും കുറേ കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് എവിടെ നിന്ന് വന്നു, ഏത് ഫലവർഗ്ഗങ്ങൾ അതിൻ്റെ പിന്നിൽ ഭാവി കാലത്തേക്കുള്ള വീര്യമായി സംഭരിക്കപ്പെട്ടു, ഏതെല്ലാം കർഷകർ എവിടെ നിന്നെല്ലാം അത് നമുക്കായി ശേഖരിച്ചു, ഇങ്ങനെ ആക്കി എന്നൊന്നും നമുക്കറിയില്ല. അതിന് ഒരു ആന്തരിക നേത്രം ആവശ്യമുണ്ട്. ആ ആന്തരിക നേത്രത്തിൻ്റെ മറ്റൊരു പേര് സ്നേഹം എന്നുകൂടിയാണ്. ആ ആന്തരിക നേത്രത്തിൻ്റെ മറ്റൊരു പേര് പുണ്യം എന്നുകൂടിയാണ്. കാനായിലെ കല്യാണത്തിന് വിളിക്കപ്പെട്ട സദസ്സിൻ്റെ മുമ്പിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ വീഞ്ഞ് തീർന്ന കൽഭരണികളിൽ നോക്കി ആതിഥേയരുടെ അമ്മ സങ്കടപ്പെട്ടപ്പോൾ മറിയം തൻ്റെ കൂടെ വന്ന മകനോട്, ചെറുപ്പക്കാരനായ ഒരു പയ്യനോട് പറയുന്നുണ്ട്, മോനെ, ആ അമ്മ വിഷമിക്കുന്നു, വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുന്നു. അപ്പോൾ ജീസസ് എന്ന് പേരായ ചെറുപ്പക്കാരൻ അകത്തേക്ക് ചെല്ലുകയും വെള്ളമുണ്ടോ ഇവിടെ എന്ന് ചോദിക്കുകയും പച്ചവെള്ളം, ആ പച്ചവെള്ളം കൊണ്ട് ഓരോരുത്തരും കൊടുക്കുകയും ഇതാണ് നിങ്ങൾക്ക് ഇന്നുള്ള വീഞ്ഞ് എന്ന് പറയുകയും ചെയ്യും. ചരിത്രം ബൈബിളിൽ അത് അദ്ദേഹം മാജിക് കാണിച്ചപ്പോൾ വീഞ്ഞാക്കി മാറ്റി എന്നൊക്കെ പറയും. പക്ഷേ സ്നേഹം കൊണ്ട് ഈ ദരിദ്രമായ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇപ്പോൾ ഈ വീഞ്ഞിനെ, ഈ വെള്ളത്തെ വീഞ്ഞായി കരുതി കുടിക്കുക എന്ന് സ്നേഹത്തോടെ നീട്ടിയപ്പോൾ അവരനുഭവിച്ച പുണ്യത്തിൻ്റെ, അവരനുഭവിച്ച ആന്തരികമായ സ്വസ്തിയുടെ പേരാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. അതായത് പച്ചവെള്ളത്തെ ആന്തരികമായി വീഞ്ഞായി സ്വീകരിക്കുവാനുള്ള സന്മനസ്സിൻ്റെ, പുണ്യത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അല്ലാണ്ട് സായിബാബയ്ക്ക് ഒരു മാജിക് കാണിച്ച നിമിഷമല്ലാതെ അദ്ദേഹം നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൽപ്പനയിലെ പച്ചവെള്ളത്തെ പറയാൻ വീഞ്ഞാക്കി എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കവികൾ ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഥയാക്കി മാറ്റി പറയുന്നത് നമുക്ക് ഈ ദൈവിക പ്രക്രിയകളുടെ ഒരു ടിപ്പണിയോടുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ്. കാരണം ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എനിക്ക് വെള്ളം ഞാൻ സമ്മതിക്കില്ലല്ലോ എന്നാണ് നമ്മൾ ആദ്യം വിചാരിക്കുക. എനിക്ക് ആരെങ്കിലും അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കുമല്ലോ എന്നാണ് സാധാരണ മനുഷ്യൻ വിചാരിക്കുക. അതുകൊണ്ട് മഹാന്മാരായിട്ടുള്ള എഴുത്തുകാർ അതിനെ ദൈവികമായ കവിതയിലേക്ക് മാറ്റി പറയുകയാണ്. ഇതൊരു പുതിയ കാഴ്ചയാണ് എന്ന്, സ്നേഹത്തിൻ്റെ കാഴ്ചയാണ് എന്ന്, പാപത്തിൻ്റെ എതിരെയുള്ള പുണ്യത്തിൻ്റെ കാഴ്ചയാണ് എന്ന്, ഇതാണ് യഥാർത്ഥമായ കാഴ്ച എന്ന്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പച്ചവെള്ളത്തെ നിർധനരായ കുടുംബത്തിൻ്റെ ആഘോഷിക്കുവാനുള്ള അവസരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക്, സങ്കടത്തിലേക്ക് മാറ്റരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഹൃദയാലുവായ ഒരു ചെറുപ്പക്കാരൻ ഇത് കുടിക്കും, ഇതാണ് ഇന്നത്തെ വീഞ്ഞ് എന്ന് പറയുന്ന സന്ദർഭമാണ് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെ സ്വീകരിക്കുവാൻ ആ നിമിഷത്തിൽ വീഞ്ഞ് തീർന്നു പോയതിൽ കുണ്ഠിതരായിട്ടുള്ള മനുഷ്യർ പോലും സന്നദ്ധരായി എന്നുള്ള സന്ദർഭമാണ് ബൈബിളിലെ ഏറ്റവും വലിയ സന്ദർഭം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ബൈബിൾ എന്ന് പറഞ്ഞ കവി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കണ്ട ഒരു കാഴ്ച കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ സന്ദർഭം, ഈ പ്രസംഗം അവസാനിപ്പിക്കാം. ഈ കാനായിലെ അത്ഭുതത്തെപ്പറ്റി കുട്ടികൾക്ക് കഥ പറഞ്ഞതിന് ശേഷം ടീച്ചർ 4ൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇതിന് നിങ്ങൾ ഭംഗിയുള്ള ഒരു ചെറിയ കവിതയായിട്ട് എല്ലാവരും എഴുതാമാണ്. വിഷർ ടൈമാണ്. എല്ലാ കുഞ്ഞുങ്ങളും പേപ്പറും പേനെടുത്ത് തയ്യാറായി. ഒരുപാട് കുഞ്ഞുങ്ങൾ അത് കവിതയായിട്ട് എഴുതി. കർത്താവ് വന്നു, അത്ഭുതം കാണിച്ചു, വീഞ്ഞാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞ് എഴുതി. ബൈറൺ എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞ്, മടിയനായിട്ടുള്ള പ്രഭുകുമാരനായിട്ടുള്ള ഒരു കുട്ടിയാണ്, സമ്പന്നനാണ്.
അവൻ മാത്രം 4 വരികൾ എഴുതി, വൈൽ സീയിങ് ഹെർ ലോർഡ്സ് ഫേസ്, ഹെർ ഫേസ് ബ്ലഷ്ഡ് എന്നെഴുതി. തൻ്റെ നാഥൻ്റെ മുഖം കണ്ട നിമിഷത്തിൽ ജലത്തിൻ്റെ മുഖം ചുവന്ന് തുടുത്തു എന്നാണ് എൻ്റെ മലയാളം. പച്ചവെള്ളം വീഞ്ഞാക്കിയ സന്ദർഭത്തെപ്പറ്റി പിന്നീട് ലോർഡ് ബൈറൺ എന്ന പേരിൽ ഗംഭീരനാകാനിരിക്കുന്ന ഒരു കവി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10 വയസ്സിൽ എഴുതിയ കവിതയാണ് നിങ്ങൾ കേട്ടത്. വൈൽ സീയിങ് ഹെർ മാസ്റ്റേഴ്സ് ഫേസ് ഷീ ബ്ലഷ്ഡ് എന്നാണ്. തൻ്റെ നാഥൻ്റെ മുഖം കണ്ടപ്പോൾ പച്ചവെള്ളത്തിൻ്റെയും തീയിൻ്റെയും സർവ്വചരാചരങ്ങളുടെയും സർവ്വഭൂതങ്ങളുടെയും നാഥനാണ് ക്രിസ്തു എന്ന് ആ കുട്ടിക്ക് അറിയാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ട മാത്രയിൽ ലജ്ജിതയായ പച്ചവെള്ളം ചുമന്ന് തുടുത്തതാണ് അത്ര വീഞ്ഞായി മാറിയത്. അതാണ് അതിൻ്റെ മാജിക് എന്ന് പറയുന്നത്. 8 വയസ്സായ കുഞ്ഞിനെ കാണാൻ സാധിച്ച ആ കാഴ്ചയുടെ പേരാണ് പുണ്യം, അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്നത്. നിങ്ങൾ 8 വയസ്സിൽ നിന്ന് മുതിർന്നിരിക്കുന്നു എനിക്കറിയാം. നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ എത്രയോ വലിയ രീതിയിൽ പ്രകാശിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതിൻ്റെ തെളിവാണ് നിങ്ങൾ ഇന്ന് ഇവിടുന്ന് ഏറ്റുവാങ്ങുന്ന സമ്മാനം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സഹോദരിമാർ അങ്ങ് ദൂരെ നിന്ന് പോലും ഈ വെളിച്ചം അവരുടെ ആന്തരനേത്രങ്ങൾ കൊണ്ട് കണ്ടെത്തിയിരിക്കുന്നു. അതിനെ സമ്മാനിക്കുവാൻ വേണ്ടി, അതിനൊരു സമ്മാനം നൽകുവാൻ വേണ്ടി, പുരസ്കരിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. ഈ നിമിഷത്തിൽ പങ്കാളിയായി തീർന്നതിലുള്ള ചാരിതാർത്ഥ്യവും സന്തോഷവും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇതൊരു എൻ്റെ ജീവിതത്തിലെ പുണ്യം നിറഞ്ഞ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നന്ദി.